ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അനേക സഹോദരങ്ങൾ ക്രൂസൈഡ്സിൽ, കൺവെൻഷനുകളിൽ ഒക്കെയും പങ്കെടുക്കാറുണ്ട്. ഗോസ്പൽ ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കാറുണ്ട്. മിരക്കിൾ ക്രൂസൈഡ്സ് അല്ലെങ്കിൽ അത്ഭുതങ്ങളുടേതായിട്ടുള്ള സുവിശേഷ സംഗമം എന്നിങ്ങനെയുള്ള ധാരാളമായിട്ടുള്ള സുവിശേഷ ഘോഷണ പരിപാടികളിൽ അനേകർ പങ്കെടുക്കുമ്പോൾ അവരിൽ ചിലർക്കെങ്കിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യവും സാന്ത്വനവും സമാധാനവും അനുഭവപ്പെടുന്നുണ്ട്. അനുഭവപ്പെടാത്തവരാണ് വലിയ ശതമാനം ജനങ്ങളും. അപ്പോൾ ഇപ്രകാരമുള്ള സൗഖ്യദായക ശുശ്രൂഷകളിലേക്ക്, കൺവെൻഷനുകളിലേക്ക് ഒക്കെയും പോയി കഴിഞ്ഞ് സൗഖ്യം ലഭിക്കാതെ വരുമ്പോൾ അവർ എപ്പോഴും പഴി പറയുന്നത് ആ സൗഖ്യദായക ശുശ്രൂഷ നടത്തുന്ന ദൈവത്തിൻ്റെ ദാസന് അതിന് തക്ക കൃപകളില്ലെന്നും അല്ലെങ്കിൽ അപ്രകാരമുള്ള കൃപാവരങ്ങൾ ഇല്ലെന്നുമാണ്. പലപ്പോഴും വിലയിന്നായ ഞാൻ നയിക്കുന്ന ക്രൂസൈഡുകളിലും ഗോസ്പൽ ഫെസ്റ്റിവൽസ്, ഉപവാസ പ്രാർത്ഥനകളിലൊക്കെയും ഇപ്രകാരം ധാരാളം ജനങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷേങ്കിൽ വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമാണ് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയുന്നത്, അത്ഭുതങ്ങൾ അനുഭവമാക്കുവാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് എത്ര ജനങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും അത് അവരുടേതായിട്ടുള്ള ധാരണകളെ മാറ്റുവാൻ വളരെ പ്രയാസമാണ്. കാരണം അനേകരുടെ ധാരണ ഇപ്രകാരം നടത്തുന്ന സൗഖ്യദായക ശുശ്രൂഷകളിൽ വന്നാൽ ഉടനടി സൗഖ്യം ലഭിക്കുമെന്നുള്ളതാണ്. സൗഖ്യം എങ്ങനെയാണ് ലഭിക്കുന്നത്, ആ സൗഖ്യം പ്രാപിക്കുന്നതിനുള്ള മുഖാന്തരങ്ങൾ എന്തെല്ലാമാണെന്ന് പലപ്പോഴും അനേകർ ചിന്തിക്കാറില്ല. അവരെ സംബന്ധിച്ച് ഇപ്രകാരം ഒരു സൗഖ്യദായക ശുശ്രൂഷ, അത് കൺവെൻഷനായിരുന്നാലും പ്രത്യേകമായിട്ടുള്ള മിരക്കിൾ ക്രൂസൈഡായിരുന്നാലും അങ്ങനെയുള്ള പ്രത്യേകമായ ശുശ്രൂഷകളിൽ കടന്നു വന്നാൽ മതി. ആ വരവാണ് പ്രധാനം. അവരെങ്ങനെയാണതിൽ പങ്കെടുക്കേണ്ടതെന്നും എങ്ങനെ പങ്കെടുക്കുന്നവർക്കാണ് അതിലൂടെ അത്ഭുതകരമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അനുഭവമാക്കുവാൻ കഴിയുന്നതെന്നും അനേകർ ചിന്തിക്കാറില്ല. ടുഡേ വി ഫൈൻഡ് മെനി thronging in together, many gathering together in conventions and miracle crusades and spiritual worships. Many of them come expecting a great miracle to be performed in their lives. Miracles do happen, and but not to everyone who comes. We find miracles happen for a few people, and sometimes it depends on the approach of the people. So when people who don't experience miracles, or when they don't experience the power and presence of Jesus Christ, they blame the people who lead such worship services, men of God who lead such miracle crusades and such healing ministries, saying that they don't have enough grace, that's why this is not happening. Well, this has happened in my ministries too, because when we conduct gospel crusades and Bible crusades, many come. Definitely many people are healed, but there are a good many who are not healed. There are a good many people who don't experience that sort of miracles what they want. Well, what exactly are the reasons for such a thing? This has been there ever since the apostolic times. There is a certain way in which a person can experience the power and presence of Jesus Christ. It's not enough that you just come for a crusade or you just come for a place where Jesus is acting. There are certain norms, there are certain ways by which we can experience mighty power of God and the mighty miracles from God. Many people are not aware of such things, and if at all they are aware, they are not prepared to practice that when they come for such crusades or such miracle performing worships. Because our contention is that many who want a healing, they will just come thinking that when somebody prays for the healing, everybody will be healed. You see, there is no such healing. You see, just because the prayer is made for everybody who is sick, immediately they feel they also come under that bracket and they also can be healed. Well, but for gaining a healing from God, for gaining a miracle from Jesus, definitely there are certain prerequisites what we have to follow. Now, in Acts chapter 14 verse 10,
we find a mighty miracle taking place. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒരു വലിയ അത്ഭുതത്തിൻ്റേതായിട്ടുള്ള അനുഭവം നമുക്ക് വായിക്കുവാൻ കഴിയും. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരുവനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്നുറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇവിടെ രണ്ട് കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്. പൗലോസിൻ്റെ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്ത ഒരുവൻ്റെ അവസ്ഥ, അവൻ എങ്ങനെയുള്ളവനായിരുന്നു? 8-ാം വാക്യത്തിൽ അവനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനും ഒരിക്കലും നടന്നിട്ടില്ലാത്തവനും കാലുകൾക്ക് ശക്തിയില്ലാത്തവനുമായ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയിലേക്ക് ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ് വന്നിരിക്കുന്നത്. അവനവിടെ ഇരിക്കുകയാണ്. 3 കാര്യമാണ് അവനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവൻ്റെ അമ്മയുടെ ഉദരം മുതൽ അവൻ മുടന്തനാണ്. ജനിച്ചപ്പോൾ മുതൽ അവൻ മുടന്തനാണ്. അവൻ്റെ കാലുകൾക്ക് സ്വാധീനമില്ല. ഒരിക്കലും അവൻ നടന്നിട്ടില്ല. അവന് ജനിച്ചത് മുതൽ അവന് നടക്കുവാൻ കഴിവില്ലാത്തവനാണ്. കാലുകൾ ബലഹീനമാണ്. അവൻ മുടന്തനാണ്. കാലുകൾക്ക് ശക്തിയില്ല. കാലുകൾക്ക് ശക്തി ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ കാലുകൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് നടന്നിട്ടില്ലാത്തവനാണ്. അമ്മയുടെ ഉദരം മുതൽ അവന് മുടന്തനുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി, അവനൊരു പുരുഷനാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ചെറുപ്പക്കാരനോ അല്ല ഒരു പൈതലോ ബാലനോ ഒന്നുമല്ല, അവനൊരു പുരുഷനാണ്. അപ്പോൾ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനായിരുന്നു. അവനെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സൗഖ്യമാക്കുന്നത്. നാം പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലുകൾക്ക് സ്വാധീനമില്ലാത്ത, ശക്തിയില്ലാത്ത, അതെ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായി നടന്നിട്ടില്ലാത്ത ഒരു പ്രായപൂർത്തിയായ വ്യക്തിക്ക് അപ്പോസ്തലനായ പൗലോസ് നടത്തുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കണമെങ്കിൽ അവന് വളരെയധികം വിശ്വാസമുണ്ടായിരിക്കണം. അപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് അവൻ അചഞ്ചലമായൊരു വിശ്വാസമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഒരുപക്ഷെ ഈ മുടന്തനായ മനുഷ്യൻ കേട്ടിരിക്കും. അപ്പോൾ അവന് അപ്പോസ്തലനായ പൗലോസിലുള്ള അചഞ്ചലമായിട്ടുള്ള ശുശ്രൂഷയിലുള്ള അചഞ്ചലമായ വിശ്വാസം, അപ്പോസ്തലൻ്റെ കൈകളിൽ അത്ഭുതം നടക്കുന്നു എന്നൊരുപക്ഷെ അവൻ മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ ആ വലിയ വിശ്വാസം ആണ് അവനെ പൗലോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ പൗലോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് യാതൊരു വാഹന സൗകര്യങ്ങളുമില്ല. യാത്രകളൊക്കെ സാധാരണ കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെയാണ്. ഈ വക കാര്യങ്ങളൊന്നും ഒരു മുടന്തനായ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. കാരണം അവൻ നടന്നിട്ടില്ല, അവൻ്റെ കാലുകൾക്ക് ശക്തിയില്ല, അവൻ്റെ അമ്മയുടെ ഉദരം മുതൽ അവനൊരു മുടന്തനാണ്. അപ്പോൾ കഴുതപ്പുറത്ത് വരാൻ സാധ്യമല്ല, അവന് കുതിരപ്പുറത്ത് വരാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഇവനിവിടെ നടന്നു വരാൻ സാധ്യമല്ല? നടന്നിട്ടില്ല. അപ്പോൾ അവൻ്റെ വിശ്വാസത്തിൻ്റേതായിട്ടുള്ള ആ വലിയ അനുഭവത്തിൽ പൗലോസിൻ്റെ അടുക്കൽ എത്തപ്പെടുവാൻ തക്കതിന് വണ്ണം അവൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം എങ്ങനെയാണ് പരിശ്രമിച്ചതെന്നോ എങ്ങനെയാണ് പൗലോസിൻ്റെ അടുക്കൽ വന്നതോ ഒന്നും തിരുവചനം രേഖപ്പെടുത്തുന്നില്ല. We find a cripple was a cripple from his mother's womb, who had never walked, whose legs were weak, yet, coming to the meeting which was conducted by St. Paul. It's very difficult for a cripple to reach such a place. There are so many factors. Because in those days there was no conveyance. He needs somebody else's help to reach this place. He cannot walk. He has never walked ever since his birth. So he needs to reach this place where St. Paul was conducting his meetings. And there are no other means. We don't read anything else there. We only find that this man was sitting there in the place where St. Paul was having his ministry, was preaching. That's the most important thing. He came to the place where St. Paul was preaching. And how did he come?
Well, that's not mentioned, but we know that he was completely dedicated. He was completely determined to reach the place. Otherwise, a cripple can never reach the place where St. Paul was preaching. So, determination and dedication are two things which we should have to gain a miracle from God. He can very well send his mother to St. Paul and ask her to speak to St. Paul so that St. Paul can pray for him. There are so many other means he can do. But he didn't do all those things. He wanted himself to be there. അവന് വേണമെങ്കിൽ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞയക്കാം, അപ്പോസ്തലനായ പൗലോസിനോട് പറയാം, ഇങ്ങനൊരു മുടന്തനുണ്ട്, സൗഖ്യം വരാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് സൗഖ്യം നൽകണമെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് ആവശ്യപ്പെടാം. പക്ഷേ ഇവിടെ അതൊന്നും നടക്കുന്നില്ല. അവൻ്റെ ആരെയും കൂടെ കാണുന്നതായിട്ട് നാം ഇവിടെ വായിക്കുന്നുമില്ല. ഇവൻ്റെ സ്വന്തം തീരുമാനപ്രകാരം അവന് അവിടേക്ക് ചെല്ലുകയാണ്. അവനെ എടുക്കാതെ അവിടെ എത്തിക്കാൻ സാധ്യമല്ല. Somebody has to carry him. Well, whatever be the mode of transport and whatever be the way in which he was taken, that's not what is important. But all what is important is we see his dedication and we see his determination to reach the place of healing, to see Jesus, to reach Jesus, to hear Jesus from St. Paul. That's the most important thing. And he had the faith. Well, determination and dedication can come only when we have an immense faith in Jesus. He had that faith. So mighty miracles were performed by St. Paul in the name of Jesus. So I'm so sure that he had such a faith in Jesus which had brought him to St. Paul. You see? അപ്പോൾ ഇങ്ങനെ ഈ മനുഷ്യന് യേശുവിൽ ഉള്ള വിശ്വാസം, അതായത് പൗലോസ്ലീഹായുടെ പ്രസംഗം കേൾക്കുവാൻ തക്കവണ്ണം അവനവിടെ വരുമ്പോൾ യേശു പൗലോസ്ലീഹായിൽ കൂടി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അവന് കേൾക്കുകയും വിശ്വാസമുണ്ടാകുകയും ചെയ്തുകൊണ്ടാണ് അവനവിടേക്ക് എത്തുവാൻ തക്കവണ്ണം ബന്ധപ്പെട്ടത്. അവനവിടെ എത്തി അവിടെ ഇരുന്നു. അപ്പോൾ അടുത്തതായിട്ട് എന്താണ് സംഭവിക്കുന്നത്? 14 അധ്യായത്തിൻ്റെ 9 വാക്യം വായിക്കുമ്പോൾ അവൻ പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. അവനവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസം ഉണ്ട് എന്ന് കണ്ടു. അപ്പോൾ പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുകയാണ്. ജാഗ്രതയോടെ പറയുന്ന ഓരോ വാക്കും ഗ്രഹിക്കുകയാണ്. പൗലോസ് അവനെ ഉറ്റുനോക്കി. ഒരുപക്ഷെ 100 കണക്കിന് ആളുകൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ശുശ്രൂഷയിൽ പൗലോസ് അവനെ ഉറ്റുനോക്കുകയാണ്. ഇവൻ ശ്രദ്ധാപൂർവം പൗലോസിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വാക്കും അവൻ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ പൗലോസ് അവനെ നോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടു. ഇവൻ സൗഖ്യം തേടിയാണ് വന്നിരിക്കുന്നത്, അത് പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടു. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസിനെ ശ്രദ്ധിക്കണം. അവൻ വെറുതെ ഒരു സൗഖ്യത്തിനുവേണ്ടി വന്നതല്ല, അവൻ അപ്പോസ്തലനായ പൗലോസിനെ ശ്രദ്ധിച്ചു. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൻ ശ്രദ്ധിച്ചു. അവൻ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചു. പൗലോസ് അവനെ ഉറ്റുനോക്കിയിട്ട് അനേകരവിടെ ഇരിപ്പുണ്ട്. പക്ഷേങ്കിൽ ഈ മുടന്തനെയാണ് പൗലോസ് ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, ഉറ്റുനോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിന് ഒരു കാര്യം ബോധ്യമാക്കി. എന്താണത്? അവന് വിശ്വാസമുണ്ട്, സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടു. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ സൗഖ്യം പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം. ഈ വിശ്വാസമാണ് കർത്താവിനെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ മുഖാന്തരങ്ങൾ ഒരുക്കുന്നത്. പലപ്പോഴും നമ്മുടെ ആത്മീയ യാത്രയിൽ നാം അനേകമായ അത്ഭുതങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാറുണ്ട്, അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമുക്ക് അവ പ്രാപിക്കുവാൻ കഴിയാത്തത്, സ്വർഗത്തിൽ നിന്നത് സമ്പാദിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം നമുക്ക് വിശ്വാസം പോരാ. വിശ്വാസമില്ലെന്നല്ല, വിശ്വാസം പോരാത്തത് കൊണ്ടാണ്. So we find that this man, this lame man,
he was listening very carefully to St. Paul. And Paul understood that he had the faith to be healed. It is then that the healing takes place. So, we see that this man, in his determination, dedication to come to Paul, had come. And of course, Paul would be speaking about only Jesus. And he listened intensely to Paul. And there are many faces there. But Paul spotted this man and knew that this fellow was a cripple. And also, the Holy Spirit had told him that he has the faith to be healed. See, without faith, no miracle can take place. Without faith, we cannot please God. That's very important. ഇബ്രായ ലേഖനം 11-6 വാക്യമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവമാക്കണമെങ്കിൽ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം. ഇവനൊരു മുടന്തനാണ്, ജനിച്ച നാൾ മുതൽ നടന്നിട്ടില്ല. അപ്പോൾ അവന് പരസ്യമായി അനേകരുമായിട്ട് ബന്ധപ്പെടുവാനുള്ള മുഖാന്തരങ്ങളൊന്നുമില്ല. അപ്പോൾ അവൻ പൗലോസിൽ നിന്ന് കേട്ട വചനത്തിൽ അവന് അമിതമായ വിശ്വാസമുണ്ടായി. യേശു സൗഖ്യദായകനെന്ന് അവന് ബോധ്യപ്പെട്ടു. അവിടെ അവൻ വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവനിൽ അത് സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പൗലോസിനെ ബോധ്യപ്പെടുത്തുകയാണ്. എൻ്റെ നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷയിൽ ഇപ്രകാരം വിശ്വാസത്തിലേക്ക് വരുവാൻ, വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. റോമാലേഖനം 10-17 വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ കേൾവിയിലൂടെയാണ് ഉണ്ടാകുന്നത്. അല്ലെ, ആർക്കും മുടന്തനെ യേശുവിനെ വിശ്വസിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഒരുത്തന് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ അവൻ കേൾക്കണം. എന്ത് കേൾക്കണം? യേശുവിൻ്റെ വചനത്താൽ, ക്രിസ്തുവിൻ്റെ വചനത്താലാണ്, ദൈവവചനത്തിലാണ് ഒരുത്തിന് വിശ്വാസമുണ്ടാകുന്നത്. അപ്പോൾ വചനം പ്രഘോഷിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും വിശ്വാസം യേശുവിൽ ഉണ്ടാകുകയില്ല. യേശുവിനുള്ള വിശ്വാസം ഉണ്ടാകുന്നത് വചനം കേൾക്കുമ്പോഴാണ്. ഇവിടെ ഈ മുടന്തൻ അവൻ യേശുവിൻ്റെ വചനം കേൾക്കുകയാണ്, പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുകയാണ്. അങ്ങനെ അത് കേട്ട് കഴിയുമ്പോഴാണ് അവൻ വിശ്വസിക്കുന്നത്. So we find that this man was listening, and he was listening so ardently that the Holy Spirit prompted that this man has the faith to be healed. If you need to build faith, you need to hear the word of God. You see, that is very important. This man was hearing the word of God. He was very carefully hearing the word of God. And we find St. Paul's understood that he has the faith to be healed. And Paul tells him, what did he tell? Stand up, stand straight, that's it. ഇവന് സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് പൗലോസ് മനസ്സിലാക്കി. അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ശ്രദ്ധാപൂർവമായ സമീപനം, അവൻ്റെ വിശ്വാസം, ഇവ പൗലോസിന് ബോധ്യമായി. അപ്പോൾ പൗലോസ് പറയുകയാണ്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്കുക. എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും, അതല്ല ഇവിടെ ആവശ്യം. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്കുക, കാല് നിലത്തുറപ്പിക്കണം, എന്നിട്ട് നിവർന്ന് നിൽക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ആണ് ബാക്കി കാര്യം. അതുകൊണ്ട് ഈ മുടന്തൻ അവനെ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്കുവാൻ പൗലോസ് കൽപ്പിക്കുമ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റു. നിൽക്കാനേ പറഞ്ഞുള്ളൂ, പക്ഷെ അവൻ നടക്കാൻ തുടങ്ങി. അവൻ്റെ കാലിൻ്റെ ബലഹീനത മാറിയപ്പോൾ
അവൻ കുതിച്ചെഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ വലിയ അത്ഭുതമാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതങ്ങളിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നമുക്ക് ഈ വിശ്വാസമുണ്ടാകണം. സൗഖ്യദായക ശുശ്രൂഷ ആരെല്ലാം നടത്തിയിരുന്നാലും നമുക്ക് ആ സൗഖ്യം അനുഭവമാകണമെങ്കിൽ നമുക്ക് യേശുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം. ആ വിശ്വാസത്തോടുകൂടി നാം ആ ശുശ്രൂഷ പങ്കെടുത്ത് യേശുവിനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ വചനം നാം ഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം കർത്താവ് കണ്ട് കർത്താവ് നമുക്ക് സൗഖ്യം കൽപ്പിക്കുന്നത്. പൗലോസ് ഇവൻ്റെ വിശ്വാസം കണ്ടു. സൗഖ്യമാകുവാൻ ഇവന് വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പരമോന്നതമായ വിശ്വാസമാണ്. ആ വാക്യം വളരെ പ്രാധാന്യമറിയും. സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിശ്വാസമാണ്. ചെറിയൊരു തലവേദന മാറുന്നത് പോലെയല്ല, പ്രാർത്ഥിച്ചപ്പോൾ ചെറിയൊരു പനി മാറുന്നത് പോലെയല്ല. പിന്നെയോ ജന്മനാൽ മുടന്തനായ ഒരു മനുഷ്യന് അവന് അതിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം ലഭിക്കണമെങ്കിൽ അതൊരു സർജറി അല്ല, മറ്റ് ചികിത്സാക്രമമല്ല. പിന്നെയോ സ്വർഗത്തിലെ ദൈവമായ കാലുകളിൽ പ്രവർത്തിക്കണമെങ്കിൽ അവന് അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം. അത് വിശ്വാസത്തിൻ്റെ അളവുകോലിൽ പരമോന്നതമായ വിശ്വാസമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കുള്ള വിശ്വാസമല്ല, വൻകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിശ്വാസം. ഇത് ഏറ്റവും വലിയ വിശ്വാസമാണ്. കാരണം അവൻ പ്രായമുള്ളവനായി കഴിഞ്ഞു. അവൻ്റെ എല്ലുകളെല്ലാം ആ രീതിയിലേക്ക് രൂപപ്പെട്ട് കഴിഞ്ഞു. ഒരു മുടന്നിൻ്റെ കാലുകളൊക്കെ എപ്പോഴും ആ എല്ലുകളൊക്കെ വളഞ്ഞും തിരിഞ്ഞുമൊക്കെയും ഇരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ അവനോട് പൗലോസ് കൽപ്പിക്കുമ്പോൾ അവൻ ചാടി എഴുന്നേൽക്കുകയാണ്. വളഞ്ഞു തിരിഞ്ഞിരിക്കുന്ന അവൻ്റെ കാലുകൾ നിലത്തൂന്നി എഴുന്നേറ്റ് നിൽക്കാനാണ്, നിവർന്നു നിൽക്കാനാണ് പൗലോസ് കൽപ്പിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരം ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാൻ കഴിവില്ലാതെ പ്രയാസങ്ങളാലും പ്രതിസന്ധികളാലും മുടന്തി നാം പോകുമ്പോൾ നമ്മെ അനുദിനം നയിക്കുന്ന കർത്താവിൻ്റേതായിട്ടുള്ള അത്ഭുതമായ ശക്തി നമുക്ക് അനുഭവമാകണമെങ്കിൽ നമുക്ക് ആ ദൈവസന്നിധിയിൽ അതിശ്രേഷ്ഠമായ അതിമഹത്തായ വിശ്വാസമുണ്ടാകണം, അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ മുടന്തുന്ന അവസ്ഥയിൽ നിന്ന്, ജീവിതം ഇന്ന് മുരടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കുവാനും നിവർന്നു നിൽക്കുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രാപിക്കുവാൻ തക്കതിനുവണ്ണം വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ തക്കതിനുവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളവിടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, പലപ്പോഴും അവിടുത്തെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും ഞങ്ങൾ കർത്താവെ പല രീതികളിൽ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ വിശ്വാസത്തോടു കൂടി അവിടുത്തെ സന്നിധിയിൽ വരുമ്പോൾ അങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും പകരുന്ന ദൈവമെന്ന് ഞങ്ങൾ അരളി ചെയ്തിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കണമേ, കൃപയിൽ സൂക്ഷിക്കണമേ. യേശുവിനെ അപേക്ഷിക്കുന്നവരോട് മാറാണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.